തലശ്ശേരി ഫസൽ വധക്കേസ് കസ്റ്റഡിയിൽ നിന്ന് കാണാതായ രക്തം പുരണ്ട തൂവാല കണ്ടെത്തി. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസമാണ് തലശ്ശേരി വിചാരണ കോടതിയിൽ മറ്റൊരു വാർത്ത പുറത്തു വന്നത്. എന്താണ്? ഫസൽ വധക്കേസിലെ തൊണ്ടിമുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരായി രാജൻ ഫസലിനെ വെട്ടിവീഴ്ത്തിയിട്ട് ചോര പുരണ്ട ഈ തൂവാല കൊണ്ടുപോയി ക്ഷേത്ര പരിസരത്ത് കൊണ്ടുപോയിട്ട ആ തൂവാല എലി കരണ്ടു എന്നുള്ള വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നത്. ഈ എലി കരണ്ടു എന്നുള്ള വാർത്ത വന്നപ്പോഴും ഈ തൂവാല സൂക്ഷിച്ച കവറിന് ഒരു പോറൽ പോലും പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട വിഷയമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് തന്നെ ഇതിന്മേൽ സംശയങ്ങൾ ഉണ്ടായതാ. ഇന്ന് പറയുന്നു ആ തൂവാല കണ്ടെത്തി. അപ്പൊ തൂവാല കണ്ടെത്തി എന്ന് പറയുമ്പോ ഫസ്റ്റ് വിക്കറ്റ് വീണിരിക്കുന്നു. ആരുടെ വിക്കറ്റാ? ഫസ്റ്റ് വിക്കറ്റ് CPMന്റെ ആദ്യ വിക്കറ്റ് വീണിരിക്കുന്നു അല്ലെ. പരമ്പരയിൽ തോൽവി മാത്രമാണ് CPMന്റെ കൈമുതലായിട്ടുള്ളത്. എന്നിട്ടും അടുത്ത കളിയിലെ നടന്നുകൊണ്ടിരിക്കുന്ന കളിയിലെ ഫസ്റ്റ് വിക്കറ്റ് വീണിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എലി കരണ്ടു എന്ന വാർത്ത വന്ന അല്ലെങ്കിൽ കോടതിയിൽ റിപ്പോർട്ട് നൽകിയ തൂവാല ഇപ്പൊ എവിടുന്നാ കണ്ടെത്തിയത്? വളരെ കൃത്യമാണ്. കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് അത് എലി കരണ്ടു എന്ന് വരുത്തി തീർക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിരുന്നു. എന്നാൽ മാത്രമേ കാരായി രാജന് തലശ്ശേരിയിൽ മത്സരിക്കാൻ പറ്റുമുള്ളായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ കാരായി രാജന് മത്സരിക്കാൻ യോഗ്യത പോലും നഷ്ടപ്പെടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേനെ. അപ്പൊ വളരെ കൃത്യമായിട്ട് കൊലയാളിയെ നമ്പർ 1 പ്രതിയെ നിയമസഭയിൽ എത്തിക്കാൻ വേണ്ടി പിണറായി വിജയൻ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ നാടകമായിരുന്നു എലി കരണ്ടു എന്ന് പറഞ്ഞ വാർത്ത അല്ലെങ്കിൽ റിപ്പോർട്ട്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോ CPMന്റെ ആദ്യ വിക്കറ്റ് കാരായി രാജൻ ക്ലീൻ ബൗൾഡ്, ഗോൾഡൻ ഡെക്ക് എന്നൊക്കെ പറയുന്നത് അല്ലെ. MLA സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 1 വർഷം പോലും ആയില്ല എന്ന് പറഞ്ഞാൽ ക്രീസിൽ ഇറങ്ങിയിട്ട് ഒന്ന് സ്ട്രൈക്കിൽ പോലും നിൽക്കാൻ പറ്റിയില്ല. ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് അപ്പോഴേക്കും ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യുമ്പോഴേക്കും ക്ലീൻ ബൗൾഡ്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക. ഞാനിങ്ങനെ ആലോചിക്കുക, CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? വളരെ കൃത്യമായി രാഷ്ട്രീയ പ്രതിയോഗികളെ വെട്ടിവീഴ്ത്തുക, എന്നിട്ട് തെളിവുകൾ നശിപ്പിക്കുക. ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 വാർത്തകളാണ് ഇത്തരത്തിൽ വന്നത്. ഒന്ന്, ഫസൽ വധക്കേസിൽ തെളിവില്ലെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതലായ തൂവാല അത് എലി കരണ്ടു എന്നുള്ള റിപ്പോർട്ട് നൽകി തൂവാല മാറ്റി. അല്ലെ? നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ തൂവാല വെച്ചായിരുന്നു കാരായി രാജൻ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഈ തൂവാല ഉപയോഗിച്ചായിരുന്നു. ആ തൂവാലയാണ് മാറ്റിയത്. അതേ സമയം തന്നെ അതിന്റെ തൊട്ടടുത്ത ദിവസം മറ്റൊരു വാർത്ത കൂടി വന്നു. എന്താണ് ആ വാർത്ത? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ CPM ഇറക്കി വിട്ട വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട്. അതില് റിബേഷ് രാമകൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചിട്ട് ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുന്ന വാർത്തയും വന്നു. അപ്പോ നാട്ടില് അക്രമം, കലാപം, കൊലപാതകം, കൊള്ള, ഇതിനൊക്കെ പുറമെ വർഗീയ ധ്രുവീകരണം കൂടി നടത്തുന്നത് CPM ആണ്. ഇനി ഇതൊക്കെ നടത്തിയിട്ടും ഇതൊക്കെ ചെയ്തിട്ടും തെളിവ് നശിപ്പിച്ച് നിയമത്തിന്റെ മുന്നിൽ അധികാരം ഉപയോഗിച്ച് തെളിവ് നശിപ്പിച്ച് നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും സഖാക്കളാണ്. എന്ന് പറഞ്ഞാല് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ചതും പോരാഞ്ഞിട്ട് രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചതും CPM ആണ് എന്നുള്ളതല്ലേ. ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, മറുപുറത്ത് SDPI-കാരൻ എന്ന് പറയുന്ന ഒരു സുഡാപ്പി ഉണ്ട്. അവന്റെ ഒരു ഗതികേടിനെ കുറിച്ചാണ്.
2026 നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് പറയാണ്, എന്താ പറയണത്? ഫസലിന് SDPI മാറ്റി യാതൊരു ബന്ധവുമില്ല. എന്തിനാ അത് പറഞ്ഞത്? ഈ കാരായി രാജന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. ഫസലിന് SDPI മാറ്റി യാതൊരു ബന്ധവുമില്ല. ആലോചിക്കണോ? ഇവരുടെ തോളിൽ കൈയിട്ട് നടന്ന വ്യക്തിയാ. ആ മനുഷ്യനെ വെട്ടി വീഴ്ത്തിയിട്ട് ആ പ്രതിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കേണ്ട ഗതികേട് ഈ സുഡാപ്പിക്കാരനുണ്ടായി എന്നുള്ളതാണ്. ഇന്നിപ്പോ ആ തൂവാല വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്റെ ബലമായ സംശയം, ഇത് യഥാർത്ഥത്തിലുള്ള ആ തൊണ്ടി മുതലല്ല, മറിച്ച് തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരമായ പ്രശ്നമാണ് അല്ലെ? ആ നശിപ്പിക്കപ്പെട്ട തെളിവ് നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു വ്യാജമായിട്ടുള്ള ഒരു തൂവാല അവിടെ വീണ്ടും എത്തിച്ചതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, ഈ തെളിവ് നശിപ്പിച്ച കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. രണ്ടാമത്തത്, ഇത് യഥാർത്ഥ തൂവാലയല്ലെങ്കിൽ ഈ പ്രതികളായിട്ടുള്ള കാരായി രാജൻ അടക്കമുള്ള ആളുകൾക്ക് ഈസിയായി പാട്ടും പാടി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി പോകാനും പറ്റും. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെ വെട്ടി വീഴ്ത്തിയ പ്രതി ഇന്ന് നിയമസഭയിൽ ഇരിക്കുക. നമ്പർ വൺ ക്രിമിനൽ ഇന്ന് നിയമസഭയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ആ ക്രിമിനലിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയുള്ള പണികള് അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ? ഇപ്പൊ ഈ വാർത്ത വരുമ്പോ ഞാനിങ്ങനെ ആലോചിക്കുക, എടോ ഇവിടെ എന്താ ഈ കോടതിയിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും ശരി, ഇനി കോടതിക്ക് പുറത്തുള്ള ആളുകളാണെങ്കിലും ശരി, സാധാരണക്കാരായ ജനങ്ങളാണെങ്കിലും ശരി, ഇവരൊക്കെ വിഡ്ഢികളാണെന്നാണോ ഈ ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ധരിക്കുന്നത്? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം എലി കരണ്ടു എന്ന് പറഞ്ഞു കോടതിയിൽ, ഇപ്പൊ പറയുന്നു ഇല്ല അത് കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. ഈ എലി കരണ്ടു എന്ന് പറഞ്ഞപ്പോഴും ഈ സൂക്ഷിച്ചിരുന്ന കവറിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യം എലി കരണ്ടു എന്ന് പറഞ്ഞപ്പോ അത് നമ്മൾ വിശ്വസിക്കണം. ഇപ്പൊ ഇത് കിട്ടി എന്ന് പറയുമ്പോൾ അതും നമ്മൾ വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന സാധാരണക്കാരായ ആളുകൾ, കേരളത്തിലെ പൊതുജനം കഴുതകളാണെന്നാണോ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ കോടതി അങ്ങനെയാണെന്നാണോ ഇവര് വിചാരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കാണുമ്പോ ഏതൊരു മനുഷ്യനും മനസ്സിലാവൂലേ ഇത് പക്കാ നാടകാണ് എന്ന് മനസ്സിലാവൂലേ? ഇപ്പൊ എനിക്ക് അറിയാത്തത്, ഇപ്പൊ നിയമപരമായിട്ട് നമുക്ക് കൂടുതൽ ഇതിനെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണെന്നറിയില്ല, ഇതിലൊന്നും കോടതിക്ക് യാതൊരു വിധത്തിലുള്ള നടപടി എടുക്കാൻ കഴിയില്ലേ? എനിക്ക് അതും മനസ്സിലാവുന്നില്ല. സ്വാഭാവികല്ലേ? ഇപ്പൊ ഈ രണ്ട് വാർത്തയും കേട്ട നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇല്ലേ? അപ്പൊ ഈ കോടതിയുടെ മുന്നിൽ ഈ ചോദ്യങ്ങൾ ഉയരൂലേ? കോടതിയിലുള്ള ജഡ്ജിമാര് മനുഷ്യരാണല്ലോ, നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ള ആളുകളാണല്ലോ, നിയമത്തെ കുറിച്ച് നല്ല ബോധങ്ങളുള്ള ആളുകളാണല്ലോ. അപ്പൊ ഇവർക്ക് ഈ ചോദ്യങ്ങളൊന്നും ഇവരുടെ മനസ്സിൽ വരില്ലേ? ഇനി അതല്ല, ഇവർക്ക് ഈ ചോദ്യങ്ങളൊക്കെ വന്നാലും ഇവർക്ക് അങ്ങനെയൊന്നും ചോദിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല. അങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ ഇരിക്കുന്നത്? അറിയില്ല. എന്തിനും നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാലും, 100% ബോധ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ഈ പറയുന്ന മെറ്റീരിയൽ എവിഡൻസ് എന്ന് പറയുന്നത് ഇല്ലാതെ ഒന്നും മുന്നോട്ട് പോകൂലേ? എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളൊക്കെ എന്നോ പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഇപ്പോഴത്തെ കാലത്ത് പഴയ പോലല്ലോ. ഈ തെളിവുകളൊക്കെ നശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയല്ലേ അല്ലേ? അല്ലെങ്കിൽ തെളിവുകൾ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയല്ലേ? അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഏതൊരു ക്രിമിനലിനും രക്ഷപ്പെടാം എന്ന് അങ്ങനെയാണോ നമ്മുടെ രാജ്യത്തെ നിയമമുള്ളത്? എനിക്ക് മനസ്സിലാകാത്തോണ്ടിരിക്കുക. കാരണം ഇത് ഒരു 1-2 മാസത്തെ ഇടയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യനെ വെട്ടിക്കൊന്ന കേസിൽ വന്ന 2 വാർത്തകൾ. ഒന്ന്, ആദ്യം വന്നത് എലി കരണ്ടു, രണ്ടാമത് വരുന്നു ഇപ്പോ ഇല്ല എലി കരണ്ടിട്ടില്ല, സാധനം തിരിച്ചു കിട്ടി. അപ്പൊ കോടതിയിൽ ഞാൻ ചോദിക്കുന്നത്, ഈ കവറിന്, ഇത് സൂക്ഷിച്ചു വെച്ച കവറിന് എലി കരണ്ടാൽ ആ കവർ അടക്കല്ലേ കരണ്ട്? അല്ലെങ്കിൽ എലി അതിന്റെ ഇപ്പൊ സിബുള്ള ഒരു കവറാണ്. ആ സിബുള്ള കവറില് എലി സിബ് തുറന്ന് അകത്ത് കയറി ഈ ടവല് കരണ്ട് തിന്നിട്ട് വീണ്ടും പുറത്തിറങ്ങിയിട്ട് സിബ് അടച്ചു വെച്ചു. അങ്ങനെയാണോ?
അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കോടതിയിൽ എത്തുമ്പോൾ കോടതി തിരിച്ചൊന്നും ചോദിക്കൂലേ? അല്ലെങ്കിൽ ചോദിച്ചിട്ട് ഇതൊന്നും പുറത്തറിയാഞ്ഞിട്ടാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം സാധാരണഗതിയിൽ കോടതി പറയുന്ന വിമർശനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ പുറത്തെടുക്കാറുണ്ട് പല എല്ലാ കേസുകളിലും. കോടതി അത് ചോദിച്ചു, കോടതി ഇത് ചോദിച്ചു, കോടതി അങ്ങനെ പറഞ്ഞു, കോടതി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാറില്ലേ? പക്ഷെ ഈ കേസിൽ അങ്ങനൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് വീണ്ടും അന്ന് എലി കരണ്ടു എന്ന് പറഞ്ഞ സാധനം ഇന്ന് കണ്ടെത്തി എന്ന് കോടതി പറയുമ്പോൾ അപ്പോഴും കോടതി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണോ? ഇനി അതല്ല, കോടതിക്ക് ഇതൊക്കെ ബോധ്യമായാലും തിരിച്ചൊന്നും പറയാൻ പറ്റൂല, അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ ഉള്ളത് എന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന നിയമവ്യവസ്ഥയിൽ നമ്മളെല്ലാവരും വലിയ പറയാറില്ലേ, നിയമവ്യവസ്ഥയിൽ നമുക്ക് വലിയ വിശ്വാസമാണ്. യെസ്, വിശ്വാസമാണ്. പക്ഷെ അപ്പോഴും ആ വിശ്വാസത്തിന് ശേഷം ബ്രാക്കറ്റിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അല്ലേ, വേണ്ടി വരൂലേ? അല്ലാതെ ഇത് നമ്മൾ എന്താ പറയേണ്ടത്, സിനിമക്ക് അല്ലെങ്കിൽ നാടകങ്ങൾക്ക് തിരക്കഥ എഴുതുക അതാണോ? ഇത് റിയൽ ലൈഫ് അല്ലേ, യാഥാർത്ഥ്യമല്ലേ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സമൂഹ വികാസമല്ലേ? അപ്പൊ ഇവിടെ ഈ യാഥാർത്ഥ്യങ്ങൾക്ക് അല്ലെങ്കിൽ ബോധ്യങ്ങൾക്ക് സത്യങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണോ? എനിക്കറിയില്ല. എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലാവുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും ഞാൻ ഈ രണ്ട് വാർത്തകളും ഞാൻ ശ്രദ്ധിച്ച വ്യക്തിയാണ്. ഇപ്പൊ ഈ എലി കരണ്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതിനെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചതാ. ഇന്നിപ്പോ ഇത് കണ്ടെത്തി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. അതും പ്രത്യേകിച്ച് കോടതിക്കകത്താണ്. എലി കരണ്ടു എന്നുള്ള റിപ്പോർട്ട് നൽകിയതും കോടതിയിൽ, ഇന്നത് കണ്ടെത്തി എന്ന് പറയുന്നതും കോടതിയിൽ. ഇപ്പൊ നമ്മൾ കവലയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ആരും ആവട്ടെ, ഏതൊരു മനുഷ്യനാവട്ടെ, ഒരു മൈക്ക് കെട്ടിയിട്ട് എന്തെങ്കിലും പറയുന്നതാണെങ്കിൽ അത് കവല പ്രസംഗം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. ഇത് കോടതിയല്ലേ. ആ കോടതിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ആധികാരികതയുണ്ടല്ലോ. അങ്ങനെയൊന്നും ഇല്ല, എന്തും വിളിച്ചു പറയാം എന്നുള്ളതാണോ? അങ്ങനെ ആയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? അല്ലെങ്കിൽ കോടതിയിൽ ഇപ്പോ ജഡ്ജിമാര് നിയമം പറയുന്നത് നിയമവ്യവസ്ഥക്കനുസരിച്ചാണല്ലോ അവരെന്ത് കാര്യത്തിനും തീരുമാനം എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇതൊക്കെ ബോധ്യപ്പെട്ടാലും മിണ്ടാതിരിക്കണം എന്നുള്ളതാണോ നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ നിയമവ്യവസ്ഥ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു.